നല്ല പെരുമഴ പെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റാട്ടോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചില ടേസ്റ്റുകൾ നമ്മൾ വല്ലാതെ മനസ്സിനോട് സ്വാധീനിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതൽ ക്യാരറ്റ് കിട്ടിയിരിക്കണേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഒറ്റപ്പൊടി നമ്മൾ എടുത്തുക്കണം കേട്ടോ. ഒരു 8-10 എടുത്തുകാണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് വരണ്ടി ഒക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിക്കാണ്ട് നമ്മളിതാ കുക്കറിൽ പീസാക്കിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകാണ്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വെന്ത് ചൂടാറി കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി. അപ്പോൾ അതാ നമ്മൾ ഒരു പാക്കറ്റ് പാൽപ്പൊടി, ഒരു സ്പൂണ് കോൺഫ്ലവർ, ഒരു അര ഗ്ലാസ് പഞ്ചസാര കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് നേരെ ചുടുവെള്ളത്തിൽ ഒന്നുണ്ട് ഇളക്കി നല്ലുണ്ട് പാകാക്കി വെക്കണം കേട്ടോ. അത് കട്ടക്ക ഉടഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചുകൊണ്ട് നന്നായിണ്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോളി. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല കുറുക്കിയാണ് എടുത്തുക്കണം കേട്ടോ. അപ്പോൾ കുറുകിയതിന് ശേഷം നമ്മളിതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കണം. അപ്പോൾ പിന്നെ ആ ചട്ടിക്ക് തന്നെ നമ്മൾ ഒരു 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പൊടി ഞാൻ സാവുനരി ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്തുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു പിടിയില്ല, ഒരു കയ്യിലിത്തത്. അപ്പോൾ അത് അതിലിട്ട് കാണ്ട് നന്നായി വെന്തോട്ടെ. അപ്പോൾ അതിൻ്റെ ആ കുമ്പളകൾ ഇങ്ങനെ പൊന്തുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു ലേശം പച്ചരി ചോറ്, അതിന് കൈമാരിൻ്റെതോ ഇനി സാധാ പച്ചരിൻ്റെതോ എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ ഞാൻ ലേശം നെയ്ച്ചോറിന് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അരച്ച് കാണ്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത്, ഉപ്പ് ഞാൻ മറന്നിനി. പിന്നെ നമ്മളെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ച് അത് ഉതുക്കി ഒഴിച്ച് കൊടുത്തിട്ടാ. നല്ല അടിപൊളി പായസമാണ്. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ റെസിപ്പി ഇട്ടീനി. അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിക്കണ്. അപ്പോൾ അന്നത്തെ ആ ടേസ്റ്റ് നമ്മളെ നാവൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ബദാമൊക്കെ പൊടിച്ചുകാണ്ട് അതൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് മൂപ്പിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഏലക്കായ ഇടാൻ മറന്നിനി. അപ്പോൾ അത് ഈ നെയ്യിലിട്ട് കണ്ടാണ് മൂപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും